മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. നടൻ ബാലയുമായുള്ള അമൃതയുടെ വിവാഹവും തുടർന്നുള്ള വിവാഹമോചനവുമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തെങ്കിലും 1 വർഷത്തോളം മാത്രമേ ആ ബന്ധം നീണ്ടുനിന്നുള്ളൂ. പരസ്പര സമ്മതത്തോടെ തന്നെ ഇരുവരും വേർപിരിയുകയായിരുന്നു. ഇപ്പോഴിതാ വിവാഹത്തോടുള്ള തൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അമൃത സുരേഷ്. ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹം തോന്നാറുണ്ടെങ്കിലും ഇനിയൊരു വിവാഹത്തിന് താല്പര്യമില്ലെന്നാണ് അമൃത പറയുന്നത്. ആദ്യ വിവാഹത്തിൻ്റെ ട്രോമ ഉള്ളിലുള്ളതുകൊണ്ട് വിവാഹം എന്ന ആശയം അംഗീകരിക്കാനാകുന്നില്ലെന്ന് അമൃത പറഞ്ഞു. 19-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞത് ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു. നേരത്തെ വിവാഹം കഴിച്ചതുകൊണ്ടുള്ള ഗുണം എൻ്റെ മകളിപ്പോൾ ടീനേജറാണെന്നാണ്. അവൾ എൻ്റെയും അബിയുടെയും സുഹൃത്തിനെ പോലെയാണ്. മുംബൈയിൽ നിന്ന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. അതറിഞ്ഞതും അബി ചോദിച്ചത് മതിയായില്ലേ എന്നായിരുന്നു. പ്രപ്പോസലിൻ്റെ കാര്യം പപ്പുവിനോട് പറഞ്ഞപ്പോൾ മമ്മി പോയി ട്രൈ ചെയ്തിട്ട് വാ എന്നായിരുന്നു മറുപടി. വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യ വിവാഹത്തിൻ്റെ ട്രോമ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് കല്യാണം എന്ന ഐഡിയ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് അമൃത പറഞ്ഞത്. 18-ാമത്തെ വയസ്സിൽ നടൻ ബാലയുമായി അമൃത സുരേഷിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. 19-ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ പ്രായത്തിൽ വിവാഹം കഴിച്ചതെന്നും അമൃത പറയുന്നു. ആശ്രമവും മറ്റും ചുറ്റിപ്പറ്റി അവരെ ഒതുക്കമുള്ള ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നതെന്നും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിനു ശേഷമാണ് കൂടുതൽ ആളുകളെ കാണാനും പരിചയപ്പെടാനും തുടങ്ങിയതെന്നും താരം പറഞ്ഞു. ആരെങ്കിലും ചെറുതായി സ്നേഹം കാണിച്ചാൽ പോലും അതിൽ വീണുപോകുന്ന ആളായിരുന്നു താനെന്നും അമൃത കൂട്ടിച്ചേർത്തു. ലവ് ബോംബിംഗ് തൻ്റെ പ്രണയത്തിൽ വലിയൊരു ഘടകമായിരുന്നെന്നും അമൃത പറയുന്നു. താൻ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം വാഗ്ദാനങ്ങൾ ലവ് ബോംബിങ്ങിനൊപ്പം ഉണ്ടായിരുന്നെന്നും അമൃത പറഞ്ഞു. രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു അമൃതയുടെ പ്രതികരണം.